ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. റെയിൽ പാളങ്ങൾ ഇനി സോളാർ പാടങ്ങളാവും. പാളങ്ങൾക്കിടയിലെ ഒഴിഞ്ഞ സ്ഥലത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ. ട്രാക്കിന്റെ ഇരു പാളങ്ങൾക്കിടയിൽ അടിഭാഗത്താണ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത്. ഇതിനു മുകളിലൂടെ ട്രെയിനുകൾക്ക് പോകാനും ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികൾക്കും തടസ്സമുണ്ടാകില്ല. വാരാണസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്ഷോപ്പ് ലൈനിലാണ് ഈ പരീക്ഷണം നടത്തി വിജയിച്ചത്. 70 മീറ്റർ നീളത്തിൽ 28 പാനലുകളാണ് സ്ഥാപിച്ചത്. ഈ പാനൽ വഴി 15 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. ഹരിജ ഊർജ്ജ നവീകരണത്തിൽ റെയിൽവേയുടെ നാഴികക്കല്ലാണിത്. ഇന്ത്യയിൽ 2249 റെയിൽവേ സ്റ്റേഷനുകളിൽ സൗരോർജ്ജത്തിൽ നിന്ന് ഇപ്പോൾ 309 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രാജസ്ഥാനിലാണ് കൂടുതൽ സോളാർ പ്ലാന്റ് ഉള്ളത്, 275 എണ്ണം. കേരളത്തിൽ 13. റെയിൽവേയുടെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി 2030ഓടെ 20 ഗിഗാവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും റെയിൽവേ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സിം കാർഡിനു പകരം ഇ സിമ്മുമായി BSNL. പരീക്ഷണാടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ പ്രവർത്തനം തുടങ്ങി. ഇ സിം സോഫ്റ്റ് ലോഞ്ചാണ് തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയത്. ഇനി കൂടുതൽ സർക്കിളുകളിലേക്ക് സേവനം വ്യാപിപ്പിക്കും. ഫിസിക്കൽ സിം ഇല്ലാതെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഇ സിം. IoT റെഡി കണക്ടിവിറ്റി, സ്മാർട്ട് ഫോണുകളിലും വയറബിളുകളിലും തടസ്സരഹിത ഉപയോഗം എന്നിവയും ഇ സിമ്മിലൂടെ ഉറപ്പിക്കാം. ഔദ്യോഗിക ലോഞ്ചിന്റെ കാര്യം കമ്പനി അറിയിച്ചിട്ടില്ല. കേരള സർക്കിളിൽ ഉൾപ്പെടെ വരിക്കാർക്ക് ഇ സിം സേവനം ലഭിക്കാൻ കുറച്ചു നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഭാവിയിൽ BSNL കസ്റ്റമർ സർവീസ് സെന്ററുകൾ വഴി ഇ സിം ലഭിക്കും. ഡിജിറ്റൽ നോ യുവർ കസ്റ്റമർ വെരിഫിക്കേഷനോടെയാണ് ഇ സിം ലഭിക്കുക. ഇതിനകം ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നീ ടെലികോം കമ്പനികൾ ഇ സിം സേവനം നൽകുന്നുണ്ട്. ഇ സിം സേവനങ്ങൾക്ക് ചാർജ് ഈടാക്കുമോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ വൻ കുതിപ്പ്. 52% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റി അയച്ചത് ഐഫോൺ. തീരുവ പേടിയിൽ അമേരിക്കയിലെ സ്റ്റോക്ക് ഉയർത്താൻ ആപ്പിൾ തീരുമാനിച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ വൻ കുതിപ്പ്. ഏപ്രിൽ ജൂലൈ കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് ഐഫോൺ അടക്കമുള്ള സ്മാർട്ട് ഫോണുകളുടെ മൊത്തം കയറ്റുമതി ഏകദേശം 87,000 കോടി രൂപ പിന്നിട്ടു. മുൻവർഷം ഇതേ കാലത്തെ $640 കോടി 52% വർധന. സ്മാർട്ട് ഫോൺ കയറ്റി അയച്ചതിൽ മുന്നിൽ ഐഫോൺ തന്നെ. ഏപ്രിൽ ജൂലൈ കാലയളവിൽ $750 കോടി ഐഫോണുകളാണ് കമ്പനി അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. മുൻവർഷം ഇതേ കാലത്തെ $460 കോടി 63% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആപ്പിളിന്റെ ഉൽപ്പാദന കരാറുള്ള ഫോക്സ്കോൺ, പെഗാട്രോൺ, ടാറ്റ ഇലക്ട്രോണിക്സ് എന്നിവ ചേർന്നാണ് $750 കോടി ഐഫോൺ കയറ്റുമതി നടത്തിയത്. ഇതിൽ പെഗാട്രോൺ ഫാക്ടറി ടാറ്റ ഇലക്ട്രോണിക്സിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതിയുടെ 75% ആപ്പിളിന്റെ വിഹിതമാണ്. അതേസമയം രണ്ടാമതുള്ള സാംസങ്ങിന്റെ കയറ്റുമതിയിൽ കുറവ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വാഹന വ്യവസായം അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്പർ 1 ആകുമെന്ന് നിതിൻ ഗഡ്കരി. വാഹന വ്യവസായത്തിൻ്റെ മൂല്യം 22 ലക്ഷം കോടി രൂപയാണെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ലോക വാഹന വ്യവസായ രംഗത്ത് 1ാം സ്ഥാനത്തെത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. 2014 താൻ ഗതാഗത മന്ത്രാലയത്തിന്റെ ചുമതലയേൽക്കുമ്പോൾ വാഹന വ്യവസായത്തിന്റെ മൂല്യം 7.5 ലക്ഷം കോടി രൂപയായിരുന്നുവെന്നും ഇപ്പോഴത് 22 ലക്ഷം കോടി രൂപയായി വളർന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിലവിൽ US ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ മൂല്യം 78 ലക്ഷം കോടി രൂപയും ചൈനയുടേത് 47 ലക്ഷം കോടി രൂപയുമാണ്. അടുത്തിടെ വരെ ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് ചെലവ് GDPയുടെ ഏകദേശം 16% അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സംയുക്ത IIM-IIT സർവേ പ്രകാരം ഈ ലോജിസ്റ്റിക്സ് ചെലവ് 10% കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.